ദൈവപുത്രന്റെ തിരുപ്പിറവിയിൽ പള്ളികളിൽ പിറവിത്തിരുന്നാൾ ശുശ്രൂഷകൾ നടന്നു. പാതിരാ കുർബാനയിലടക്കം നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത്. യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയെ അനുസ്മരിപ്പിക്കുന്ന ചടങ്ങുകൾ പള്ളികളിൽ, വീടുകളിലെ കുഞ്ഞു പുൽക്കൂടുകളിൽ ആവിഷ്കരിച്ച ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഉണ്ണി ഈശോ പിറന്നു. പ്രതീക്ഷയുടെ പുതിയ പുലരി. പള്ളികളിൽ പിറവി തിരുനാൾ ശുശ്രൂഷകൾ ഭക്ത്യാദരം നടന്നു. സീറോ മലബാർ സഭ ആസ്ഥാനമായ കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിൽ 11:30 വിശുദ്ധ കുർബാന ചടങ്ങുകൾ ആരംഭിച്ചു. മേജർ ആർച്ച് ബിഷപ്പ് മാർ റഫേൽ തട്ടിൽ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രദക്ഷിണവും ഉണ്ണി ഈശോയുടെ രൂപവുമായി തീയുഴൽച്ചയും നടന്നു. ജാതിമത വ്യത്യാസമില്ലാതെ പുൽക്കൂടും കരോളും എല്ലാവരും ഏറ്റെടുത്തുവെന്നും ഏവർക്കും പ്രത്യാശയുടെ തീർത്ഥാടകരാകാൻ കഴിയട്ടെ എന്നും റാഫേൽ തട്ടിൽ ക്രിസ്മസ് സന്ദേശത്തിൽ പറഞ്ഞു. പ്രത്യാശയുടെ തീർത്ഥാടകരെ, ലോകത്തിലെമ്പാടും ധാരാളം പ്രതിസന്ധികളുണ്ട്. വ്യക്തികൾക്ക് പ്രതിസന്ധികളുണ്ട്, നമ്മുടെ കുടുംബങ്ങൾക്ക് ധാരാളം പ്രതിസന്ധികളുണ്ട്, സമൂഹങ്ങൾക്കും രാഷ്ട്രങ്ങൾക്കും ലോകത്തിന് മുഴുവനും ധാരാളം പ്രതിസന്ധികളുണ്ട്. ഈ പ്രതിസന്ധികളുടെ നടുവിൽ നമ്മൾ നിരാശപ്പെടാതെ പ്രത്യാശയോടുകൂടെ തീർത്ഥാടനം ചെയ്യണമെന്നാണ് പരിശുദ്ധ പിതാവ് നമ്മെ ബോധ്യപ്പെടുത്തിയതും നമ്മെ ആഹ്വാനം ചെയ്തതും. പിൽഗ്രിംസ് ഓഫ് ഹോപ്പ്. ആരക്കുന്നം സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി വലിയ പള്ളിയിൽ ജനന പെരുന്നാൾ ശുശ്രൂഷ നടന്നു. ശുശ്രൂഷകൾക്കും വിശുദ്ധ കുർബാനയ്ക്കും ശ്രേഷ്ഠ കാത്തോലിക്കയും മലങ്കര മെത്രാപോലീത്തയുമായ ആബൂന്മാർ ബസേലിയോസ് ജോസഫ് ബാവ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്രിസ്മസിനോടനുബന്ധിച്ച് പള്ളികളും വീടുകളും ദീപാലങ്കൃതമായി. ഭക്തിയോടൊപ്പം ആഘോഷത്തോടെയാണ് ജനങ്ങൾ ക്രിസ്മസിനെ വരവേറ്റത്. ജനം, കൊച്ചി.